guys, welcome back to Free Fire Match Part 33. ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. പിന്നെ കുറച്ച് ഇത് ഇട്ടിട്ടുണ്ട്, എന്താ പറയുക, _ ഇട്ടിട്ടുണ്ട്. അതുപോലെ BR എടുത്തിട്ടുണ്ട്. ഒരു ആളാടെ വന്നിട്ടുണ്ട്, സോളാറ. Free Fire. Defy the rules and break the chain. ഗോൾഡ് അടിക്കണം. ഗോൾഡാണ് ടാർഗറ്റ്. ചിലപ്പോൾ ഗോൾഡ് ആയിരിക്കും. ഇന്നലെ കളിച്ചത് അപ്പോൾ കാണിച്ച് 7 more hit to ഗോൾഡ്. ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 1-2 കില്ല് എടുക്കുമ്പോൾ ഗോൾഡോ. നമുക്ക് ഇന്ന് 2 BR കളിക്കാൻ നോക്കുന്നു. പിന്നെ ശരിക്കും ഫിംഗർ സ്ലീവ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എൻ്റെ 3 ഉണ്ട്. 2 റെഡ് റൈറ്റ് കം ഫിംഗറിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നീല ഒരെണ്ണേ ഉള്ളൂ. എല്ലാം കൂടി കളി കഴിഞ്ഞു. ഇവിടെ വന്നിട്ടുണ്ട്, സോളാറേ വന്നിട്ടുണ്ട്. ചുറ്റനിമയുണ്ട്. ചത്തള ചത്ത് തോണ്ട. സ്പീഡില്ല, മൂവ്മെന്റ്സ് എന്ത് ഫിംഗർ സ്ലീവ് വർക്കായില്ല. ഈ സദാ കളി പറ്റേ ഫിംഗർ സ്ലീവ് വർക്കായില്ല. ഇതെങ്ങനെ കൊല്ലുന്ന ഗൈസ്? ഞാൻ കുറേ നാളായിട്ട് കളിച്ചുകൊണ്ട് എൻ്റെ ഇതൊന്ന് പോയി. എൻ്റെ ഇത് കളി നിൽക്കുന്നില്ല. എന്തോ ഭയങ്കരമായിട്ടൊരു ഹാർഡ് കണക്കിന് ഫീൽ ചെയ്യുക. അത് ഞാൻ നന്നായിട്ട് ബ്യൂയൊക്കെ അടിക്കുന്നില്ലായിരുന്ന. ഇതെന്താണ് എനിക്ക് സംഭവിച്ചത്? ഇന്നലെ അത്യാവശ്യം ഇതാണ് കളി നോക്കുന്നത്. നമുക്ക് BR കുറേ നാളായി കളിച്ച് ഗൈസ്. അതാണ് കളി കഴിഞ്ഞു പോയത്. ഫിംഗർ സ്ലീവും വർക്കായില്ല. ഫിംഗർ സ്ലീവിൻ്റെ പ്രശ്നം നല്ലതെന്ന് വരുന്നു. നിങ്ങൾ വല്ല സൂപ്പർ താങ്ക്സ് അങ്ങനെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല ഫിംഗർ സ്ലീവ് എങ്ങനെ മേടിക്കാൻ പറ്റും. ചെറിയൊരു സാലറി യൂട്യൂബിൽ സാലറി കിട്ടില്ല. നിങ്ങളെല്ലാവരും നന്നായിട്ട് ലൈക്ക് ചെയ്യും. പിന്നെ എന്തായി ഒരു ഫ്രീ ഫയർ പ്ലെയർ ആയിട്ട് എന്നെ കൂട്ടാൻ പറ്റില്ല. എൻ്റെ സ്കിൽസ് എല്ലാം പോയി. അത് ശരിക്കും ഒരുമാതിരിയായി പോയി. അതെനിക്ക് എൻ്റെ കൈ കളി ഇരിക്കുന്നില്ല. സോളാറ മാപ്പ് അല്ലെങ്കിൽ ഞാൻ വലുതായിട്ട് കളിച്ചിട്ടില്ല. സിംഗിൾ പ്ലെയർ ഇതുവരെ കളിച്ചിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനുമായിട്ട് കളിക്കും. നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിമി എടുത്തുണ്ടേ.
നമുക്ക് ഇത്തവണ കളി പിടിച്ചു നിൽക്കാം. കളി കയ്യിൽ നിൽക്കണം. കളി നിന്നില്ലെങ്കിൽ കളി കയ്യിൽ നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ബാക്കിൽ അങ്ങ് അനിമയുണ്ട്. ഹെഡ് ഷോട്ടൊക്കെ കയറുന്നുണ്ട് ആരുടെയൊക്കെ. മറടിച്ച് വീണില്ല. ആരുണ്ട്? ഒരു ഇല്ലേ മെഡടിക്കണം. വേണ്ട കളി കഴിഞ്ഞു പോയോന്നറിയുന്നില്ല. ഓക്കെ സെറ്റായിട്ടുണ്ട്. ഇനി കളി കഴിഞ്ഞ് നിൽക്കുന്നതാണ്. 2 കില്ലായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പം നമ്മൾ ഗോൾ അടിച്ച് കാണും. എനിമീനൊന്നും ഇല്ല ഇവിടെ. എനിമി ആരും ഇല്ല ഇവിടെ. ഡബിൾ വെക്ടറൊന്നും വേണ്ട. കിട്ടിയില്ല. എൻ്റെ കളി ഇപ്പോൾ വന്ന് ബൈക്കിൽ നിന്ന് ഒരുത്തനെ അടിച്ച് കയറ്റി. 3 കില്ലായിട്ടുണ്ട്. കുറവാണ് ആൾക്കാർ. ഈ കളിക്ക് ബൂയ കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ വെപ്പണുണ്ടല്ലേ ബ്രോ? ഡു യു ഹാവ് എനി വെപ്പൺ ബ്രോ? തേങ്ങ അവൻ്റെ കാര്യത്തിന് വലിയ ഇനി ബാക്കിൽ സൈഡിൽ ഓൾ ക്ലിയർ. സൈഡ് എനിമുണ്ട്. വലിയ പ്ലെയറാണ്. വരുന്നുണ്ട്. അവനവിടെ മെഡ് അടിക്കുകയാണോ എന്നൊരു ഡൗട്ട്. തോണ്ട് എന്നെ കൊന്ന്. എങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ഷോട്ട്ഗൺ ത്രൂ ബാരിയേഴ്സ്. അങ്ങനെ ശരിയാവാനാ? എങ്ങനെ ശരിയാവും ഗൈസ്? റിപ്പോർട്ട് ചെയ്തു. നമുക്ക് അല്ലേ ഗൈസ് ഗോൾ അടിച്ചിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. പക്ഷെ അതെല്ലാം മറ്റേത് പരിപാടിയാണ് ഗൈസ്. നമുക്ക് ഒന്നുകൂടെ കളിക്കാം. അത് ചീറ്റി ഗൈസ്. അതെങ്ങനെ എന്നാലും എൻ്റെ അത്ര ഹെൽത്തുള്ള 2 അടി കൊണ്ട് എൻ്റെ എങ്ങനെ കൊല്ലുന്നത്? അത് ഷോട്ട് ഗൺ വെച്ച്. അവൻ തലയ്ക്കാണെങ്കിൽ പിന്നെയും പറയാം ഏതോ ഒരു ഹാക്കറായിരിക്കും ഗൈസ്. അല്ലെങ്കിൽ ഫ്രീ ഫയറിൻ്റെ പ്രശ്നം. ഇതാണൊക്കെയുള്ള ഹാക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ഫയർ അത് കരീനയുടെ വക അവർ അവനെ വല്ലതും
Threw the world into chaos. കണ്ണ് കിട്ടുക എല്ലായിടത്തേക്കും കലമണ്ടാണ് ഫോണായിട്ടുണ്ട്. ചത്തോ ഇപ്പം അടിക്കാവുന്നേ ഉള്ളൂ. മണ്ടക്കുള്ള ഒരു കണ്ണ് വേണം. സൈഡിലൊരു എനിമിനെ കണ്ടിട്ടുണ്ട്. എനിമി സ്പോട്ട് ആയിട്ടുണ്ട്. ആരാട്ടാ അത് ബ്രോ? അത് ബാക്കിൽ നിന്ന് വന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബാക്കിൽ വന്ന ശരിക്കും ഒരുപാട് കളിയാണ് ഒരു ഒറ്റക്കില്ലല്ലേ എടുത്തോളൂ നമ്മള്. ബാക്കിൽ നിന്നൊന്നും എടുക്കുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല നമ്മളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ സീനിയർ നിൻ്റെ കാര്യം ബാക്കും ഫ്രണ്ടും എല്ലാം നോക്കിയിട്ട് വേണം ഓടാൻ. കളി സെറ്റായി കാണും. നമ്മൾ മറ്റേ കളിക്കാൻ ഗ്രോസ് എക്സ് കിട്ടിയായിരുന്നു. ഒരു ലൂട്ട് നമ്മുടെ ലൂട്ട് ബോക്സിൽ എന്തോ അറിയില്ല. അപ്പം ഞാൻ ഒരു സ്നൈപ്പർ കണക്കിട്ട് നോക്കും. പിന്നെ എന്തനാ വേണ്ട, പൈസ മതി ഇഷ്ടം വെച്ചാൽ കളി പോകും. ഇതേതാ ബൈസൺ തന്നെയല്ലേ? എന്നെ ഇവിടെ നിന്ന് അടിക്കുന്ന ആ സെക്കൻഡ് തിരിഞ്ഞിട്ടൊരു വെടിവെക്കാനല്ലേ നമ്മുടെ ഇരിക്കുന്ന ഗ്ലൂവാള് എങ്ങനെയായാലും വേണം. ചിലപ്പോൾ നമുക്ക് തോപ്പിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ക്കാൻ കഴിയും. എനിമീസിനെ കാണുന്നില്ല. മരൊക്കെ ഇവിടെ പോയി കിടക്കുന്നു. സേഫ് സോൺ വരുമ്പോൾ എല്ലാം എൻ്റെ അടുത്തോട്ട് ഓടിക്കോളും. എന്നാലും ഇത് വെച്ചിട്ടൊക്കെ വൺ ടാപ്പ് പറ്റുമെന്ന് ഹെഡ് തലക്കെല്ലാം കൊടുക്കുക. നമ്മുടെ പൈസ ഇരിപ്പില്ലേ, പൈസ പൊളിയായിട്ടടിക്കുക. കുറച്ച് പൈസ തന്നെ എടുക്കാം. ഇപ്പം എന്താ സംഭവിച്ചത്? എനിമിയുണ്ട്. മണ്ടക്ക് എനിമി അടിക്കുന്നുണ്ട്. തോണ്ടല്ലേ ഒരുത്തോടുന്ന. Double takedown. രണ്ട് കില്ലായിട്ടുണ്ട് നമുക്കിപ്പം. എന്താ ഇപ്പം കണ്ട? ഒന്നില്ല ഇവിടെ സ്നൈപ്പർ എങ്ങാണ് ഇരിക്കുന്നത്. സ്നൈപ്പറൊക്കെ ഉണ്ടെങ്കിൽ കളി നമ്മൾ ജയിച്ചാൽ. സ്നൈപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോങ്ങിൽ നിന്ന് അടിക്കാമല്ലോ. അത് നല്ല ഹൈപ്പർ ഡാമേജ് വരും. എന്താ ഡെസേർട്ടുകളൊക്കെ ഉണ്ടാകുന്നത് നല്ല സുഖമാണ്. ഡെസേർട്ടുകൾ കിട്ടുന്നെങ്കിൽ റെയറായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഈ ഗെയിമിൻ്റെ അത് കാണത്തില്ല. BR-ൽ എരുമി ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വാടാ.
പോലും ഇല്ല. അന്ത ഭയം ഇരിക്കണം ബൈ. കട്ടിയല്ലേ ഓടിപ്പോന്ന്. ഇവിടെ നിന്നിട്ട് സൈഡിലോട്ടൊക്കെ ഒന്ന് നിരീക്ഷിക്കാം. അല്ലടാ സേഫ് സോൺ വരുന്നുണ്ട്. ഈ വഴി കൂടെ ഓടാം. വീടെല്ലാം ഈ സൈഡിൽ കൂടെ ഓടുമ്പോൾ ഇല്ലേ ഇനി സൈഡിൽ നിന്നൊക്കെ വന്ന് നമ്മൾ കളി നോക്കും. G18 അല്ലേ, ആവശ്യം വരുമായിരിക്കും. BSK കളി വെച്ച് BSK ഉണ്ടെങ്കിൽ പിന്നെ സുഖമായി. ഇത് അത്യാവശ്യം നമുക്ക് അടിക്കാൻ പറ്റുന്നത്. അത്യാവശ്യം 80 ഡാമേജ് കൊടുക്കും. അതെന്തുവാ പുല്ല് ഭയങ്കര ഡേഞ്ചറായി. പുല്ലിൻ്റെ അടുത്തോട്ട് നിങ്ങൾ നടക്കരുത്. ചിലപ്പോൾ ഇത് പ്ലേസ് ആവാം, ചിലപ്പോൾ ആരെങ്കിലും ആവാം. നമ്മുടെ കൂടെ അക്ഷയ എങ്ങാനും കളിക്കാൻ വന്നായിരുന്നെങ്കിൽ 1v അല്ല ഫ്രണ്ട് ആക്കിയായിരുന്നെങ്കിൽ 1v ആടി ഏത് സെക്കൻഡ് വേണമെങ്കിൽ നോക്കാം. ചിലപ്പോൾ ഒരു അക്ഷയ വേണമെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ എല്ലാ കളിക്കും തോപ്പിക്കുക. 5 കളിക്ക് അത്രയ്ക്ക് വലിയ പ്രോയൊക്കെ അല്ലേ. നമ്മൾക്ക് എങ്ങനെയെങ്കിലും അക്ഷയെ പോലെയൊക്കെ ആകണമെന്നൊരു ആഗ്രഹമുണ്ട്. നടക്കൂല്ലെന്ന് ദൈവത്തിനറിയാം. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. BSK ഈ സ്നേപ്പർ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് ഞാൻ എടുത്ത് നോക്കിയത്. നമ്മുടെ കൂടെ പ്ലേയേഴ്സൊക്കെ ഉണ്ടായി നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ എൻ്റെ ഫ്രണ്ട്സോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ കളിക്കായിരുന്നു, എടുക്കാമായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് മറ്റേവർക്ക് ഓപ്പണൻസിന് വലിയ ഡാമേജ് കൊടുക്കില്ല നമ്മുടെ എനിമീസിന്. അതോരും ഇല്ലല്ലോ. ഇവിടെയൊക്കെ ചവർ കണക്ക് എനിമി ഇവിടെയൊക്കെയാണ് വേണ്ട. ഇപ്പോൾ പീക്കിൻ്റെ ഏരിയ എനിമി വന്നാൽ പിന്നെ തീർന്നു. ഇവിടെയൊക്കെ ആണെങ്കിൽ പ്രോ എന്നുവെച്ചാൽ ഗോഡ്. ആ രീതിയിലുള്ള അക്ഷയ ഉണ്ടെങ്കിലൊക്കെ അക്ഷയൊക്കെ ഇവിടെ വരും. തീർന്നു. കത്തം കളി പറ്റും. അത് ഇവിടുന്ന് അടിച്ച് തോണ്ട്. ഓ ഷിറ്റ്. കളി പൊട്ടി. അവൻ ഇവിടുന്നോ വന്നടിക്കുന്നത്. ശരിക്കും എരുമീനെ കണ്ടില്ല. എന്നുവെച്ചാ അവിടെയാണ് അവൻ നിൽക്കുന്നത്. ഹാക്കറാണോ? ഗൈസ് ഈ ഹാക്കറാണോന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. സീസൺ വരുന്നത് എന്നെ ഇപ്പം കയറി അടിക്കരുത്. പക്ഷെ അവിടെ ഒന്നും ഒറ്റ മനുഷ്യൻ്റെ കുഞ്ഞില്ല. അയ്യോ പെട്ടേ. സീസൺ ഷ്രിങ്ക് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. എടാ ഇനി എനിമീസ് 8 നോയ്സ്. ഞാൻ എന്തായാലും കളി നോക്കുമായിരിക്കും. കളി തോറ്റാലും എനിക്കൊന്നും കിട്ടത്തില്ല. നമുക്ക് കാണാൻ എനിമീസിനെ കാണാനില്ല. അവന്മാരെ എന്നെ അടിക്കുന്നു. പക്ഷെ 5 മൈൽ ദൂരെയാണ്.
ഇവിടെ ആരെങ്കിലും കാണും. അവൻ ചത്ത്. ഇതിവിടുന്ന് അതിവിടുന്ന്. ഓ മൈ ഗോഡ്. ഇവിടെ നിർത്താൻ എന്നെ അടിച്ചു വന്നു. ഇവിടെ ഒരുത്ത ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. ആ ഇതിനാണ് ഇത് ഫ്രീ ഫയർ ആയത്. അപ്പോൾ നമുക്ക് അപ്പം നാളെ നമുക്ക് ഗോൾഡ് 2 അടിക്കാം. മാക്കാ വൈസ് ഇതെൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ കൂട്ടുകാരനാണ് ഗൈസ്. ഇതെൻ്റെ കൂട്ടുകാരനാണ് ഗൈസ്. ഇതെൻ്റെ കൂട്ടുകാരൻ, ഇതെൻ്റെ കൂട്ടുകാരനാണ്. ഇയാൾ എൻ്റെ ക്ലാസ്സിൽ നിന്ന് വെച്ച ഏറ്റവും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്.
ഇത് പൈസ ഒന്നുകൂടെ ബിയാർ എടുക്കണ്ടേ. നമ്മുടെ ഈ ഇങ്ങോട്ട് നോക്കുന്ന സ്ഥലം ഏതായി എനിക്കറിയില്ലായിരുന്നു. അറിയായിരുന്നു, എനിക്ക് കിട്ടുന്നില്ല. എവിടെയാ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് കളിക്കാൻ പറ്റും. Defy the rules and break the chains. ഞാനാണ് ജമ്പ് മാസ്റ്റർ. ആരൊക്കെ ഉണ്ട്? ഇപ്പൊ ഇവിടെ നിന്ന് ജമ്പാക്കണം. ഇതാണ് ലാസ്റ്റ്. ഇത് തന്നെ ഈ വീഡിയോ ഉണ്ടാവുന്നത്. ഈ കളി തോറ്റാലും ചോദിച്ചാൽ നമ്മളെന്തായാലും ഗോൾഡ് അടിക്കേണ്ടതാണ്. ഗോൾഡ് സെക്കൻഡ് അല്ലേ തേർഡ് അടിക്കും. അല്ലെങ്കിൽ ഗോൾഡ് അടിക്കാൻ ചാൻസ് കാണാം. ഗോൾഡ് 2 അടിക്കാൻ. അതൊക്കെ ഗോൾ ഒരു ചാനൽ ഡെവിൽ ഓഫ് ചെയ്യും, ഡെവിൽ ഫൈറ്റ് ചെയ്യും. Heads up! Enemy dropping close. Got a gun. ഗോട്ടെ ഗണ്ണാ മോനെ. ആ നമുക്ക് കിട്ടിയപ്പോൾ എനിക്കും വേണം. ഞാൻ മണ്ടയ്ക്ക് ഒരു ഗൺ എടുത്തോണ്ട് വരാവേ. അവിടെ ഇവ മണ്ടയ്ക്ക് ഗണ്ണൊന്നും ഇല്ല. ഇത് കിട്ടി നമ്മുടെ പൈസ ഉണ്ടായിരുന്നു. നമുക്ക് താഴേന്ന് വല്ല ഗോളി ഗണ്ണൊക്കെ അടിച്ചിടായിരുന്നു. കുമാരൻ മലയാളിയോ ഇതിലുള്ള എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു. സ്കൂളിലെ ഹിന്ദിക്കാർ. നമ്മളെ താങ്ക് യു. ഇനി ഞങ്ങൾക്ക് പോയി വല്ലതൊക്കെ പോയി മേടിക്കാം. പെട്ടെന്ന് ഓട്. സ്പീഡപ്പ്. നമ്മുടെ ഒരുത്തൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. വെളിപ്പിലായിട്ട് കണ്ട് Resources here. ഒന്നും കിട്ടത്തില്ലല്ലോ. Need money for items. അയ്യോ
നമുക്കിപ്പോ നമ്മുടെ പൈസ ഇല്ല, നമ്മളെ പാവപ്പെട്ടവരാണെന്നാണ് അവര്. Area നമ്മുടെ secure. ആ പാടെ No enemy അത് detected. കുറച്ചുകൂടെ പൈസ ഒക്കെ വേണം. 33 ആൾക്കാർ നമ്മളെ ഒറ്റ കില്ലെടുത്തില്ല, വേഗം ഓടിട്ട്. നമ്മളെ ആരെങ്കിലും വന്ന് കൊല്ലണോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൊല്ലണം, ആ മൈൻഡ് വെച്ച് കളിക്കണം ഗൈസ്. ഇവിടെ ആരെങ്കിലും നമ്മളെന്തായാലും കൊന്നോളൂ, അത് നമ്മൾ വെച്ച് പേടിക്കണ്ട. ട്രൈ സ്റ്റാർ ഒക്കെ എങ്ങനെയാണോ എന്തോ കളിക്കുന്നത്. Being hunted. എനിമി Capturing the defense airdrop. ഈ വീഡിയോ ഇപ്പം തന്നെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എനിമീസിനെ കാണുന്നില്ല, ചത്താലും കുഴപ്പമില്ല. എനിക്ക് എനിമീനെ ആരപ്പാ ഇത്? Capturing the revival point. എന്നെ കണ്ടില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ ആരെങ്കിലും റിവൈവ് ചെയ്യടേ പ്ലീസ്. ഇനിയെല്ലാം DKന്റെ DG5WP ഇവന്റെ കളിയായിരുന്നു. എന്തോ ഇങ്ങനെ പോയി ഫ്രീ ഫയറിൽ. ഒന്നുകൂടെ കളിക്കേണ്ടി വരും, ഒന്നുകൂടെ കളിക്കാം ബ്രദർ. എന്നെ കൊണ്ട് പറ്റും. മെഷീൻസ് നോക്കട്ടെ. ഈ കളി Defy the rules and break the chains. എല്ലായിടത്തിനെയും അടിക്കാൻ വൈകും. ഇങ്ങോട്ട് കിട്ടാത്തല്ല, നിങ്ങൾ കമന്റ് ചെയ്യണം. എന്താണ് ഇങ്ങോട്ട് കിട്ടാത്തത്? Battle Royale. Battle style. Haven't shown one free. Stir the world into chaos. ഒന്നും മൈൻഡ് ചെയ്യാം. ഇപ്പോഴും തൊട്ടുകൊണ്ടിരിക്കുന്നില്ലോ ഒരാള് ജയിക്കും. പക്ഷെ അത് ഏത് കളിയാണെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെക്നോബ്ലേഡിനെ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു വലിയൊരു മൈൻക്രാഫ്റ്റ് പ്ലെയർ ആയിരുന്നു. ഫ്രീ ഫയറിനെ കുറിച്ച്, ഫ്രീ ഫയർ അല്ല അയാളുടെ മൈൻക്രാഫ്റ്റിലൊരു വലിയൊരു പ്രോ. മൈൻക്രാഫ്റ്റ് കളിക്കുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈൻക്രാഫ്റ്റിലെ പ്രോയാണ്. നിങ്ങൾക്ക് എന്തായാലും ടെക്നോബ്ലേഡിനെ അറിയാമായിരിക്കും. നിങ്ങൾ മൈൻക്രാഫ്റ്റ് പ്ലെയർ ആണെങ്കിൽ. പെട്ട് What the hell, bro? അപ്പോൾ ഇന്നത്തേക്ക് Haven't shown one free. Stir the world into chaos. ഞാനൊരു നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കൊടുക്കാം.
കളി ഇങ്ങനെ ഒരു കില്ലിങ് എടുക്കും. ഒറ്റ കില്ല് അറ്റ്ലീസ്റ്റ് ഒറ്റ കില്ല്. അതാണ് ഒരു കില്ലെങ്കിലും എടുക്കണം ഗൈസ്. അല്ലെങ്കിൽ ഒരു ഫ്രീ ഫയർ പ്ലെയർ ആണെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ആ ഒരു മൈൻഡ്. വേഗം ഒരു വീഡിയോ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്. ഇവിടെ ചെയ്തിട്ടുണ്ട് ഫാമാസ് അത്യാവശ്യം നല്ല വേണ്ട പറഫല്ലേ ഇത് മോനെ. കളി കിട്ടി, കളി കയ്യിൽ നിന്ന് കിട്ടി. ഇത് പക്ഷെ ലോങ് റേഞ്ച് ആരണ്ടെണ്ണം. പെട്ടെന്നൊന്ന് പോവാം ഗൈസ്. കഴിച്ച് നമ്മുടെ വീഡിയോ ഇപ്പം 8:38 ആയിട്ട് ഇപ്പം 40 അടിക്കും. 40 വീഡിയോ ആണ്. എന്തെങ്കിലും നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ ഒക്കെ ഇന്ന് കളിച്ചിട്ടില്ല. ഇവിടെ എനിമി എന്നുള്ള സാധനം ഇടില്ല. ഹെലേന what the hell bro. ഗെയിമർ എന്തൊക്കെ സ്പെക്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സാരോ ഓരോ സ്പെക്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കളിക്കുന്ന അതാണ് സിഗ് ഗെയിമർ. ഞാൻ കളിക്കുന്നത് സ്പെക്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രദർ കിട്ടി, ഒരു കില്ല് കിട്ടി. ഇത് മതി. ഞാൻ പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞില്ല ഒരു കില്ലെങ്കിലും എടുക്കണം. ഒരു കില്ല് എടുത്തിട്ടുണ്ട്. ഇത് മതി എനിക്ക്. ഇനി തോറ്റാലും ചെയ്താലും എനിക്ക് ഒരേപോലെ. എൻ്റെ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു കില്ല് എടുക്കണമെന്നുള്ളായിരുന്നു. ആ ഒറ്റ കില്ല് ഞാൻ നേടിയിട്ടുണ്ട്. MP40 ഉണ്ട്, വേണോ? MP40 എടുക്കുന്നതായിരിക്കും നല്ല. വേണ്ട, ഇങ്ങനെ കളിക്കാം. 2 ലോങ് റേഞ്ച്, ഒരു ലോങ് റേഞ്ച് അസോൾട്ടും ഒരു പിന്നെ ഒരു റൈഫിലും. സ്നൈപ്പർ എന്ന് പറയാൻ പറ്റില്ല. പറാഫാല് കൈ പിടിച്ചു. എന്താ ഞങ്ങളുടെ എൻ്റെ ഫേവറേറ്റ് തന്നെ പറാഫാൽ. എങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയെന്ന് എനിക്കറിയില്ല. ഈ കളി നമ്മൾ ജയിക്കാൻ ചാൻസ് അറിയില്ല. ഇവിടെ നമുക്ക് ലൂട്ടുണ്ട്. ഗ്രോസ് എങ്ങാനും കിട്ടിയാൽ കളി പിടിക്കാം. വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിച്ചു. അതാണ് എനിമി നമ്മൾ പെട്ടെന്ന് നോക്കിയിട്ടില്ല. CW കിട്ടി. അതൊന്നുമില്ല നമുക്ക്. ഇതെന്താ ഒന്നും സംഭവിക്കാൻ. കാർ കിട്ടി. ഇനി ഇതെന്താ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഫുൾ എനിമീസാ. ഒന്നും ആയില്ല.
നമുക്ക് പോകാം ഗൈസ്, ആവശ്യമുള്ള കേട്ടോ. നല്ല അടിപൊളി ഒരു സ്കാറും കിട്ടി, ഷോർട്ട് റേഞ്ചിൽ പോകും. ഗൈസ് ഈ ഗെയിം നമ്മളിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഗൈസ് നല്ലത്.